നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ 18ാം ലോകസഭയിൽ ജൂലൈ മാസം 23-ാം തീയതി അവതരിപ്പിച്ച ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ ധനമന്ത്രി എന്ന നിലയിലുള്ള ബജറ്റ് പരക്കെ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ്. ഇത്രയേറെ പക്ഷപാതപരമായ ഒരു നിലപാടെടുത്ത ഒരു കേന്ദ്ര ധനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും ഒരുപോലെ വിമർശിക്കുന്നത്. അത് വളരെ അടിസ്ഥാനമുള്ള ഒരു വിമർശനം തന്നെയാണ്. കാരണം ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന അടിസ്ഥാന തത്വത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ രാഷ്ട്രത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കുറെ കൂടെ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അവകാശങ്ങളാണ്, തുല്യ പങ്കാളിത്തമാണ്. ഇപ്പോഴുള്ള 28 സംസ്ഥാനങ്ങളും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എല്ലാ തരത്തിലും തുല്യമായി പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഭരണഘടനാ ശില്പികൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ സന്ദേശം പാലിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര സർക്കാരുകളെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ മുതൽ പിന്നോട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും സംസ്ഥാനങ്ങളുടെ വലിപ്പ ചെറുപ്പം പരിഗണിക്കാതെ, ജനസംഖ്യ പരിഗണിക്കാതെ, മറ്റ് സവിശേഷതകൾ ഒന്നും തന്നെ പരിഗണിക്കാതെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും തുല്യമായിട്ടുള്ള പരിഗണനയും പങ്കാളിത്തവും നൽകിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും മുൻകാലങ്ങളിൽ എടുത്തിരുന്നത്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ ഇതിന് ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിച്ചതായിട്ടുള്ള പരിപാടികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന വളരെ പ്രകടമാകാൻ തുടങ്ങി. BJP ഇതര സർക്കാരുകളോട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം ചിറ്റമ്മ നയം. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാവുന്നതല്ല, ഭരണഘടനാപരമായി ശരിയുമല്ല, അത് വിവേചനമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അഭിമാനിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യം എന്ന രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യ ലോകത്തിൽ ജനസംഖ്യ പ്രകാരം 1ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. UNOയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 144 കോടി ആണ് ഇന്ത്യയുടെ ജനസംഖ്യ. ഇവിടെ ഭാഷാപരമായ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ ധാരാളമുള്ള ഒരു രാജ്യം എന്ന നിലയിലാണെങ്കിൽ പോലും കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന തത്വം നന്നായി പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി നരേന്ദ്രമോദി അധികാരത്തിലിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള വിവേചനം പ്രകടമായി കണ്ടിരുന്നു പല മേഖലകളിലും. അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞതും പിന്നീട് മാധ്യമങ്ങളൊക്കെ ഉദ്ധരിച്ചതുമായ ഒരു പ്രയോഗമാണ് ഡബിൾ എഞ്ചിൻ ഭരണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഏത് രാഷ്ട്രീയ കക്ഷിയുടെയാണോ ആ രാഷ്ട്രീയ കക്ഷി തന്നെ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്ന് ഒരു തരം സഖ്യമുണ്ടാക്കി അദൃശ്യമായ രീതിയിൽ ചില കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് സഹായം നേടിയെടുക്കുക, സഹായം നൽകുക എന്ന് പറയുന്ന വളരെ അധാർമികമായ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാട്. അതാണ് ഡബിൾ എഞ്ചിൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഡബിൾ എഞ്ചിൻ പ്രയോഗമൊന്നും ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലൊന്നും പ്രതിഫലിച്ച് കണ്ടില്ല. ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്ന് പറയാം. 543 പാർലമെൻറ്റ് അംഗങ്ങളുള്ള ഒരു രാജ്യത്ത് കുറഞ്ഞ പക്ഷം 272 അംഗങ്ങൾ ഉണ്ടാകണമല്ലോ കേവല ഭൂരിപക്ഷം ലഭിക്കാൻ. ഇവിടെ സങ്കടകരം എന്ന് പറയട്ടെ, 303 സീറ്റുകൾ ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 240 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി.
എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം BJPക്ക് സ്വന്തമായി ലഭിച്ചില്ല എന്നത്. അങ്ങനെ വന്നപ്പോൾ അത് അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഏറ്റ കടുത്ത തിരിച്ചടിയായിരുന്നു. രാഷ്ട്രീയമായും ഭരണപരമായും അവർക്കേറ്റ തിരിച്ചടിയാണ്. അത് വളരെ വിവാദമുണ്ടാക്കുകയും ചെയ്തു. എന്നാലും ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒറ്റക്കക്ഷി എന്ന നിലയിലാണ് BJPക്ക് ഭരണ നേതൃത്വം കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തീരുമാനിച്ചത്. അത് ഭരണഘടന അനുസൃതമാണ്. എന്നാൽ പാർലമെൻറ്റിൽ അതിലെ ഭൂരിപക്ഷം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 272 ആളുകൾ ഉണ്ടായെങ്കിലേ മതിയാവുകയുള്ളൂ അംഗങ്ങൾ. അങ്ങനെ വന്നപ്പോൾ അവർ പെട്ടെന്ന് ചങ്ങാത്തം പിടിച്ചത് ബീഹാറിൽ നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ യു എന്ന പ്രാദേശിക കക്ഷിക്കും അതുപോലെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുക്കുന്ന TDP അല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടിയുമാണ്. അവർ രണ്ടുപേരും കൂടെ ഈ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുമെന്ന രേഖാമൂലം രാഷ്ട്രപതിയെ അറിയിച്ചപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായി. അങ്ങനെയാണ് നരേന്ദ്രമോദി 3ാം തവണയും പ്രധാനമന്ത്രിയാകുന്നത്. അപ്പോൾ ഈ പറയുന്ന കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് ഈ 3ാം മന്ത്രിസഭ എന്നത് വളരെ പ്രകടമാണ്. BJPക്ക് ആഗ്രഹിച്ചതുപോലെ സ്വന്തമായി ബുൾഡോസർ ഭരണം നടത്താനായി ഇപ്പോൾ സാധിക്കുന്നില്ല. സഖ്യകക്ഷികളെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി കസേര ഭദ്രമാക്കാൻ ഒക്കുകയുള്ളൂ എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ബജറ്റിൽ വളരെ നീതിരഹിതമായി അല്ലെങ്കിൽ ഒരു തരത്തിലും വിവേചനരഹിതമായി പ്രവർത്തിക്കാൻ കഴിയാതെ നിർമ്മല സീതാരാമന് ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വഴിവിട്ട് ഈ സഖ്യകക്ഷികളുടെ ഈ സംസ്ഥാനങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. ബീഹാറിനെയും ആന്ധ്രയെയും 41,000 കോടി രൂപ കൊടുത്താണ് സഹായിച്ചിരിക്കുന്നത്. 26,000 കോടി രൂപ ബീഹാറിനും 15,000 കോടി രൂപ ആന്ധ്രയ്ക്കും പ്രത്യേക സഹായമായി നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള 26 സംസ്ഥാനങ്ങൾക്കാകട്ടെ അതിൻ്റെ ഒരു 10-1 സഹായം പോലും ചെയ്യാൻ നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ മോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനോ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വിവേചനമാണ്, പക്ഷപാതപരമായ നിലപാടാണ്, ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതുമല്ല. അത് ഇപ്പോൾ വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നതും മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചതുമായ പ്ലാനിംഗ് ബോർഡ് പിരിച്ചുവിട്ടുകൊണ്ട് നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതിൻ്റെ യോഗം ശനിയാഴ്ച കൂടുന്നതിനായി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തപ്പോൾ 4 മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് ഈ 4 മുഖ്യമന്ത്രിമാർ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. എന്തിനാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഈ തരത്തിൽ 2 സംസ്ഥാനങ്ങളോട് അസാധാരണമായിട്ടുള്ള സ്നേഹം കാട്ടുകയും അവർക്ക് വാരിക്കോരി കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ആവശ്യങ്ങളോട് പോലും മുഖം തിരിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മിക്കവാറും താമസിയാതെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒക്കെ ഇത് ബഹിഷ്കരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരുതരം തട്ടിപ്പാണ്. ബജറ്റിൽ വാരിക്കോരി 2 സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുകയും കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് പൊതുവെയും അവരുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പണം മാറ്റിവെക്കുകയും ചെയ്യാതിരിക്കുന്നത് കടുത്ത വിവേചനവും അനീതിയുമാണ് എന്ന് വളരെ ശക്തമായ ആക്ഷേപം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും അക്കാര്യത്തിൽ വളരെ രോഷാകുലരുമാണ്. ഇങ്ങനെ ഒരു ബജറ്റ് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കാൻ, അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. കേരളത്തെ സംബന്ധിച്ച് വളരെ അടിയന്തരമായ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. കേരളം
ആരോഗ്യരംഗത്തൊക്കെ ഉണ്ടാക്കിയതായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ആരോഗ്യ ഗവേഷണ കേന്ദ്രം, അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു സ്ഥാപനം എയിംസ് കേരളത്തിൽ സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ ഒരു ദശാബ്ദമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിനടുത്ത് 150 ഏക്കർ സ്ഥലം അതിനായി സർക്കാർ മാറ്റിവെച്ചു കഴിഞ്ഞു. എന്നാൽ ഖമ എന്നൊരക്ഷരം ബജറ്റിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ റെയിൽവേ വികസനം, നേമം സ്റ്റേഷൻ പോലെയുള്ള സ്റ്റേഷൻ വികസനത്തിനായി കാത്തിരിക്കുകയാണ്. പൊതുവേ കേരളത്തിൻ്റെ റെയിൽ ലൈനിൻ്റെ വികസനം 3-ാം പാത ആവശ്യമാണ്, ശബരി പാത ആവശ്യമാണ്. ഇതിനെ സംബന്ധിച്ചൊന്നും ഒരക്ഷരം പോലും ഈ ബജറ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബജറ്റ് കേരളത്തെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ദുഃഖകരമാണ്. അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ അപ്പുറം അവഗണന നേരിടുന്നതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും. 26 സംസ്ഥാനങ്ങളും അതിനകത്ത് BJP ഭരിക്കുന്ന സർക്കാരുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നത് മറ്റൊരു കാര്യം. എന്തായാലും ഈ തരം ഒരു ബഡ്ജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അടയാളമായിരിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റം, അഭ്യസ്ത വിദ്യരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ, അതുപോലെ ഈ വരുമാനത്തിൽ ആദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ, ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ധനവാന്മാർ കൂടുതൽ ധനവാന്മാരാവുകയും ചെയ്യുന്ന കടുത്ത അസമത്വം, ഇതിനൊന്നും കാര്യമായ പരിഹാരം കാണാനായി യാതൊരു നിർദ്ദേശങ്ങളുമില്ല. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ശക്തമായ ഇടപെടലുകൾ നടത്തും എന്നില്ല. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, കർഷകർക്കുള്ള വളം സബ്സിഡിയിലും തൊഴിലുറപ്പ് പദ്ധതിക്കുമായിട്ടുള്ള പണത്തിലൊക്കെ വെട്ടിക്കുറച്ച് ആണ് ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ജനസൗഹൃദ ബജറ്റ് അല്ല ഇത് എന്നത് പരക്കെ ആക്ഷേപത്തിന് വിധേയമായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ്, നിസ്സഹകരണം എന്ന രീതിയിലാണ് ഈ നിതി ആയോഗിൻ്റെ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് 4 സംസ്ഥാന മുഖ്യമന്ത്രിമാർ തീരുമാനിച്ചതും അതിന് പുറകെ മറ്റ് ചില സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ആ തരത്തിൽ നിസ്സഹകരിക്കാൻ പോകുന്നതും അത് തീർച്ചയായും നരേന്ദ്രമോദിക്ക് ഒരു തിരിച്ചടിയായിരിക്കും. നരേന്ദ്രമോദിക്കും ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമനും അവരുടെ ഈ മനോഭാവത്തിൽ മാറ്റം ഇതുകൊണ്ടെങ്കിലും വരുത്തും എന്നാണ് ഇന്ത്യയിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്.